പലരും കേട്ടുമടുത്തിട്ടുള്ള കാര്യമായിരിക്കും ഡോക്ടർമാർ പറയുന്നത് ഡയറ്റ് എക്സസൈസ് എന്നുള്ളത്. എന്നാൽ വാസ്തവത്തിൽ അതൊരു സത്യമാണ്. അതായത് PCOSനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ എപ്പോഴും പറയും കാർബ്സും ഫാറ്റും കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ പലരും പറയും എന്നാൽ ചോറ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുക. അതല്ല സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റ് റൈസ് അല്ലെങ്കിൽ പൊറോട്ട, ഫോർ എക്സാമ്പിൾ പുട്ട് കഴിക്കുക, അതല്ല നമ്മുടെ അപ്പം കഴിക്കുക, അല്ലെങ്കിൽ ബേക്കറി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ മധുരമുള്ള പാനീയങ്ങൾ സ്വീറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷുഗർ സ്പൈക്സ് ഉണ്ടാവും. ഈ ഷുഗർ സ്പൈക്സ് ഉണ്ടാവുമ്പോൾ ഇൻസുലിൻ്റെ ലെവൽ പെട്ടെന്ന് കൂടും. അപ്പോൾ ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മലയാളികൾക്ക് ചോറ് ഇല്ലാതെ പറ്റില്ല. നമ്മൾ ജനിച്ച് വളർന്നതേ ചോറ് കഴിച്ചിട്ടാണ്. നമുക്ക് ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ആർക്കും തന്നെ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ബ്രൗൺ റൈസ് എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അമൗണ്ട് കുറച്ചിട്ട് അതിൻ്റെ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ തൈര്, മുട്ട, ഫിഷ് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഷുഗർ സ്പൈക്സ് പെട്ടെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രേവിങ്സ് കുറവായിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേക്കറി ഫുഡ്, സ്വീറ്റ്സ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് PCOS കൺട്രോൾ ചെയ്യാം.